അരുൺ മോഹൻ കൂടി നമുക്ക് ചേരുന്നുണ്ട്. അരുൺ മോഹൻ, ഇതിൽ പിതാവിനെ കസ്റ്റഡിയിലുണ്ട് എന്ന ചില അഭ്യൂഹങ്ങളുമുണ്ട്. അപ്പോൾ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ? അതിന്റെ സൂചനകൾ വരുന്നുണ്ടോ? ഇല്ല സജിത്, ഈ പറയുന്ന ഇന്നലെ മുതലാണ് ഈ ഒരു സംഭവം പറയുന്നത്. ആദ്യം കുട്ടി കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു വിവരം. തുടർന്നാണ് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിനൊപ്പം ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ബിസ്ക്കറ്റിന്റെ ഒരു കാര്യം പുറത്തു വരുന്നത്. അതിനെ തുടർന്നാണ് ഈ പറയുന്ന കുട്ടിയുടെ ശരീരത്തിലുണ്ടായ ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു സംശയമുണ്ടെന്നു. ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് ഇന്നലെ പോലീസ് ഒരു നടപടിയിലേക്ക് പോയത്. ഈ പറയുന്ന കുട്ടിയുടെ രക്ഷിതാക്കളെ അവരിൽ നിന്ന് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അമ്മയെ വിട്ടു. കാരണം അമ്മയുടെ മാനസികാവസ്ഥയോട് കണക്കിലെടുത്തുകൊണ്ട് അമ്മയെ വിട്ടയക്കുകയായിരുന്നു ഉടൻ തന്നെ. അതേസമയം ഇപ്പോഴും ഈ പറയുന്ന അച്ഛൻ ഷിജിൽ ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസ് പറയാതെ പറയുന്ന ഒരു വസ്തുത. കാരണം ഇന്ന് ഈ പറയുന്ന വിദഗ്ധരുമായി പോലീസ് അന്വേഷണ പോസ്റ്റ്മോർട്ടം നടത്തിയ വിദഗ്ധരുമായുള്ള ഒരു ആശയവിനിമയത്തിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുള്ളൂ. ഇപ്പോൾ നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതിയുണ്ട്. ആരോപണങ്ങൾ ഈ പറയുന്നതൊക്കെ ഈ തെളിവുകൾ നിരത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ബന്ധുക്കൾ വരുന്നുണ്ട്. ഇവർ ഏറെക്കാലമായി പിടക്കത്തിൽ നിന്നിട്ട് അടുത്ത കാലത്ത് തുടർന്ന് പല സ്ത്രീധന വിഷയങ്ങൾ ഉൾപ്പെടെ ചൊല്ലിയുള്ള വഴക്ക് വീട്ടിൽ പതിവായിരുന്നു. ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ പോലീസിനെ എല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും. വരും ദിവസം ഒരുപക്ഷെ ഇന്നോ നാളെയോ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്, അതാണ്. എന്തായാലും ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ കുട്ടിയുടെ മരണത്തിൽ സംഭവിച്ചത് എന്താണ്, അതിൻ്റെ ദുരൂഹതകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതാണ് സംഭവിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഫോറൻസിക് ഫലം ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാവും എന്നതാണ് സാഹചര്യം. ഈ കുട്ടിയുടെ മരണം സംബന്ധിച്ച ദുരൂഹത നീക്കാൻ 1 വയസ്സുകാരൻ കുട്ടിയുടെ മരണമാണ് ഇത്തരത്തിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ആ സാഹചര്യങ്ങൾ നിർണായകമാണ്. കുട്ടിയുടെ അമ്മയുടെ വീടിന് സമീപം സാരംഗ് സുധാകരനുണ്ട്. നമുക്ക് അല്പസമയത്തുള്ളിൽ സാരംഗിലേക്ക് കൂടി എത്താം. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്, കുടുംബാംഗങ്ങൾ ആരും തന്നെ അവിടെ ഇല്ല എന്ന കാര്യം കൂടിയാണ് അറിയാനാവുന്നത്. പോലീസിൻ്റെ നിരീക്ഷണത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമായിട്ടില്ല. പക്ഷേ സംശയങ്ങളുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ അത്തരം നിഗമനങ്ങളും നീക്കങ്ങളും നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. സ്ഥിരീകരണം ഉണ്ടാവും. പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഇരുവരിൽ നിന്നും. അപ്പോൾ ചില സംശയങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. കൃഷ്ണപ്രിയയും ഷിജിലും അവരുടെ ആ ദമ്പതികളുടെ മകനാണ് അപ്പു എന്ന് വിളിക്കുന്നതാണ് കുട്ടി. അപ്പോൾ ഈ കുട്ടി മരിച്ച് ഇവരുടെ കുടുംബ ബന്ധത്തിലെ ചില അസ്വാരസ്യങ്ങൾ മരണത്തിൽ ഇടവെച്ചോ എന്ന സംശയം പോലീസിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇരുവരുടെ മൊഴിയെടുക്കുന്നത്. കൃഷ്ണപ്രിയയുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ അത് സംബന്ധിച്ച് കുട്ടിയുടെ മരണം സംബന്ധിച്ച് ചില പരാതികളും സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടിയാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കാനുള്ള ശ്രമങ്ങളാണ് കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് നിരീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ തുടർന്നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, വീട്ടിൽ ആരുമില്ല, നമുക്കൊരു പ്രതികരണം അവിടുന്ന് കിട്ടാവുന്ന സാഹചര്യമില്ല എന്നതാണോ? എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത്, ഇപ്പോൾ ഒരു വീട്ടിലെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്കാണ്. മാത്രമല്ല സ്ത്രീകൾ മാത്രമാണ്, പിന്നെ അയൽവാസികൾ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റുള്ള എല്ലാവരും ചടങ്ങ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടുന്ന് പോയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി അടക്കം ഇപ്പോൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീട്ടുകാരെല്ലാം പുറമേയുള്ളത്. മാത്രമല്ല ഒരു മരണം നടന്ന വീടായതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. മറ്റ് അയൽവാസികളുമാണ്. അവരുടെ പ്രതികരിക്കാനടക്കം ശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് കൃത്യമായ കാര്യങ്ങളിലേക്ക് അടക്കം നമുക്ക് പരിശോധിക്കാം. കാരണം ഈ ഒരു അവരുടെ ഈ അമ്മയുടെ കുട്ടിയുടെ അമ്മയുടെ അമ്മ അവർ പ്രതികരിക്കാമെന്ന് പറഞ്ഞു.